വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗമൊരുക്കിയ സാവകാശമോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു നല്ലവൻ. കർത്താവ് നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ കരുതലും സൂക്ഷിപ്പും കാണുവാൻ, അനുഭവിപ്പാൻ കർത്താവ് ഒരുക്കുന്ന സാവകാശമോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയപ്പെട്ട മെസ്സേജുകൾ അത് അനേകർക്ക് വിടുതലും ആശ്വാസവും സമാധാനവും വിടുതലുമായി കാണുന്നതിൽ, കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസവും കൂടെ ഒരു ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, ആ മെസ്സേജുകൾ ഞാൻ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു മെസ്സേജായിരുന്നു 2 ദിവസം മുമ്പ് നിങ്ങൾ ഇട്ടിരുന്ന മെസ്സേജ്. ജീവിതത്തിൽ ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഇനി എനിക്ക് നല്ലൊരു വ്യക്തിയെ ജീവിക്കാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച് താനൊരു പ്രശ്നത്തിൽ കുടുങ്ങി ഇനി ആത്മഹത്യ മുമ്പിൽ കണ്ടു നിന്ന ആ സഹോദരൻ കൃപയാൽ കർത്താവ് സഹായിച്ച് കൃപയാൽ എൻ്റെ മുമ്പിൽ ആ സഹോദരനെ പരിശുദ്ധാത്മാവ് അയച്ചു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിനോട് സംസാരിച്ചു. അദ്ദേഹം എൻ്റെ മെസ്സേജുകൾ കേട്ടു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ പൂർണ്ണമായ പ്രതിസന്ധിയുടെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് വ്യക്തിയെ പുറത്തു കൊണ്ടുവന്നു. മഹാത്ഭുതം. യേശു മകനെ സ്നേഹിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ ഒത്തിരി പേർക്ക് ഈ മെസ്സേജുകൾ വളരെ വിടുതലും അനുഗ്രഹവുമാണെന്ന് കേൾക്കുന്നതിൽ, അറിയുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജുകൾ കേൾക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതർക്ക് ഇത് ഷെയർ ചെയ്യുക. അവർക്കൊരു വിടുതലും ആശ്വാസവും സമാധാനവും രക്ഷയും നിത്യജീവനുമായി മാറട്ടെ. ആമേൻ. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ പ്രാർത്ഥന മുറയിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച ചില ദൈവശബ്ദങ്ങളെ കൈമാറുവാൻ, ചില പ്രവചനങ്ങളെ കൈമാറുവാൻ, രാജ്യത്തോടുള്ള പ്രവചനങ്ങളെ കൈമാറുവാൻ പരിശുദ്ധാത്മാവ് ഞാൻ ശരണപ്പെടുന്നു. ആമേൻ. ഒത്തിരി പ്രശ്നങ്ങളിൽ അകപ്പെട്ട് പുറത്തു വരാൻ കഴിയാതെ, എങ്ങനെ പുറത്തു വരണമെന്ന് അറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന, പ്രയാസപ്പെട്ടിരിക്കുന്ന, ആരെന്നെ സഹായിക്കും, ആരെന്നെ പുറത്തു കൊണ്ടുവരും എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില വ്യക്തികളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. മനുഷ്യനെല്ലാം ലിമിറ്റുകളും ലിമിറ്റേഷനുകളും വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവർക്കൊന്നും എല്ലാ മേഖലയിലും കയറി വരുവാനോ അവർക്കെന്തെങ്കിലും ചെയ്യുവാനോ നിങ്ങളെ രക്ഷിക്കുവാനോ നിങ്ങളെ സഹായിക്കുവാനോ കഴിയില്ല. അവർക്കെല്ലാം ലിമിറ്റുണ്ട്. അപ്പനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും സഹോദരനാണെങ്കിലും സഹോദരിക്കാണെങ്കിലും നമ്മുടെ സ്നേഹിതർക്കാണെങ്കിലും, എത്ര ഉറ്റ സ്നേഹിതരാണെങ്കിലും, പ്രാണൻ തന്നു സ്നേഹിക്കുമെന്ന് പറയുന്നവരാണെങ്കിലും അവർക്കെല്ലാം ഒരു ലിമിറ്റുണ്ട്. അവർക്കൊന്നും കയറി വരാൻ പറ്റാത്ത ചില മേഖലയിൽ അകപ്പെട്ടിരിക്കുന്ന ചില സഹോദരന്മാർ, ചില അഭിഷിക്തന്മാർ, ചില സഹോദരിമാർ, നിങ്ങളുള്ള ദൈവശബ്ദമാണ് ഇന്ന് കൈമാറുന്ന, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദം. ആമേൻ. ഞാൻ എൻ്റെ പ്രാർത്ഥന ഇന്ന് വചനം ധ്യാനിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് സംസാരിച്ച ഒരു വേദഭാഗ്യം മത്തായിയുടെ സുവിശേഷം 27 അധ്യായം അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വരുമ്പോൾ കാണുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യത്തിൽ കാണുന്ന ഇപ്രകാരമാണ്. മത്തായി സുവിശേഷം 27 അധ്യായം 66 വാക്യം. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ആമേൻ. യേശുക്രിസ്തുവിനെ അടക്കം ചെയ്ത് എല്ലാവരും പോയി കഴിഞ്ഞ ശേഷവും യഹൂദന്മാർക്ക് സ്വസ്ഥതയില്ല. കാരണം യേശു പറഞ്ഞ ഒരു പ്രവചന ശബ്ദമുണ്ട്, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അത് അവർ ഓർത്തിട്ട് അവർ പറഞ്ഞു, പിലാത്തോസ് പറഞ്ഞു, ആ ചതിയൻ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു, 3-ാം നാൾ അദ്ദേഹം ഉയർക്കുമെന്ന്. അവൻ ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുമ്പിലത്തെ ചതിയേക്കാളും വലിയ ചതി പറ്റാതിരിക്കാൻ കല്ലറ ഉറപ്പാക്കേണ്ടതിന് കാവൽക്കാരെ വിട്ടുതരാം. പിലാത്തോസ് പറഞ്ഞു, ഞാൻ കാവൽക്കാരെ വിട്ടുതരാം, നിങ്ങൾക്ക് ആവുന്നിടത്തോളം നിങ്ങൾ
കല്ലറ ഉറപ്പാക്കിക്കൊള്ളൂ. നിങ്ങൾക്കാവുന്നത് ഉറപ്പാക്കിക്കൂ. ആ പറഞ്ഞതിന്റെ ധ്വനി നീയൊക്കെ എത്ര ഉറപ്പാക്കിയാലും വരുമെന്ന് പറഞ്ഞത്, ഉയർക്കുമെന്ന് പറഞ്ഞത് യേശു ആണെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. വാക്ക് പറഞ്ഞത്, ഈ പദം പറഞ്ഞത് യേശു ക്രിസ്തുവാണെങ്കിൽ അവൻ പുറത്തു വന്നിരിക്കും. യഹൂദന്മാർക്ക് ആകുന്നിടത്തോളം കല്ലറ ഉറപ്പാക്കി, പട്ടാളക്കാരെ, കാവൽക്കാരെ നിർത്തി, മുദ്ര വെച്ചു, ചങ്ങലയിട്ടു. ഇതെല്ലാം അവർക്കാവുന്നിടത്തോളം അവരുടെ കഴിവിന് പരമാവധി അവർക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പുറം അവർ ചെയ്തു. ഗവൺമെന്റിന്റെ, റോമൻ ഗവൺമെന്റിന്റെ ഇമ്മീരിയൽ മുദ്ര ഒരു മനുഷ്യനും പിന്നെ തൊടാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാവുന്ന രീതിയിലെല്ലാം ഗവൺമെന്റ് പരമായും നിയമപരമായും അവർക്ക് പറ്റുന്നതെല്ലാം ഉറപ്പാക്കി യേശുവിനെ കല്ലറയ്ക്കകത്ത് അടക്കം ചെയ്തു. കാവൽക്കൂട്ടത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഇനി അവന് പുറത്തു വരാൻ കഴിയുന്നത്, ഇനി അവന് പുറത്തു വരുന്ന ഞങ്ങൾക്ക് കാണണം. ഇനി അവൻ പറഞ്ഞ പ്രവചനം എവിടെ? അവൻ ചെയ്ത അത്ഭുതം എവിടെ? അവൻ പറഞ്ഞ വാഗ്ദത്തം എവിടെ? അവൻ കേട്ട വാഗ്ദത്തം, അവൻ പറഞ്ഞ പ്രവചനം എവിടെ? എല്ലാം കല്ലറ കൊണ്ട് തീരുകയാണ്. ഇനി അവൻ പുറത്തു വരുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് ഇരിക്കുന്ന യഹൂദന്മാർ ഒരു കാലത്തും പുറത്തു വരത്തില്ല. ആമേൻ. ഈ ചരിത്രം, ഈ സബ്ജക്റ്റ് ഇതോടെ തീർന്നു. എന്തൊക്കെയായിരുന്നു? അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. എന്തൊക്കെയായിരുന്നു ഘോഷയാത്ര? കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, എല്ലാം അസ്തമിച്ചു. എല്ലാവരും തലകുനിച്ചു. അവൻ ചെയ്യാത്ത കുറ്റത്തിന്, യേശു ചെയ്യാത്ത കുറ്റത്തിന്, നന്മയല്ലാതെ ഒന്നും ചെയ്യാത്തവൻ. പക്ഷേ അവന് കിട്ടിയത് മുഴുവൻ ഉപദ്രവമാണ്, കിട്ടിയത് ക്രൂശാണ്. അവനെ അടക്കം ചെയ്തു. അടക്കം ചെയ്തിട്ടും അവരുടെ കലി തീരുന്നില്ല, അവരുടെ അസൂയ തീരുന്നില്ല. അസൂയ നിമിത്തമാണ് അവനെ ക്രൂശിച്ചത്. എന്നിട്ടും കല്ലറയിൽ കൊണ്ട് വെച്ചിട്ടും അവരുടെ അസൂയ തീരുന്നില്ല, അവരുടെ ആ വൈരാഗ്യം, ദേഷ്യം തീരുന്നില്ല. ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നു, മുദ്ര വെക്കുന്നു, കാവൽക്കൂട്ടത്തെ ആക്കുന്നു. അവൻ പുറത്തു വരരുത്, പുറം ലോകം ഇനി കാണരുത്, ഇനി അവൻ ശോഭിക്കപ്പെടരുത്, ഇനി അവൻ പ്രയോജനപ്പെടരുത്, ഇനി അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യരുത്, ഇനി അവന്റെ കൂടെ ജനങ്ങൾ പോകരുത്. ഒരു ലക്ഷ്യം അതാണ്. പക്ഷേ നിങ്ങൾക്ക് ആവുന്നിടത്തോളം നിങ്ങൾ ഉറപ്പാക്കിക്കൂ. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്തു. അവർക്കാവുന്നിടത്തോളം ഒരു ഉറപ്പാക്കി. പക്ഷേ മൂന്നാം നാൾ കല്ലറയെ തകർത്ത് യേശു ക്രിസ്തു പുറത്തു വന്നു. മൂന്നാം നാൾ അവൻ പറഞ്ഞതുപോലെ, വാഗ്ദത്തമുള്ളതുപോലെ, പ്രവചന ശബ്ദം പോലെ യേശു കല്ലറയ്ക്കകത്തുനിന്ന് യേശു പുറത്തു വന്നു. ആമേൻ. അവനെ പുറത്ത് കൊണ്ടുവരാതിരിക്കാൻ, അവൻ പുറത്തു വരാതിരിക്കാൻ, അവൻ രക്ഷപ്പെടാതിരിക്കാൻ, അവൻ പുറം ലോകം കാണാതിരിക്കാൻ എന്നേക്കുമായി കല്ലറയ്ക്കകത്ത് ഒതുക്കിക്കളഞ്ഞ ഒരു കൂട്ടം ജനം സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായാലും അവനെ കൈക്കൊണ്ടില്ല. അവർ അവനെ ക്രൂശിച്ച് കല്ലറയുടെ അകത്ത് അവനെ ഒതുക്കിക്കളഞ്ഞു. പക്ഷെ വാഗ്ദത്തമുള്ളവൻ, അവൻ പ്രവചന ശബ്ദമുള്ളവൻ, ദൈവിക പദ്ധതി ഉള്ളവൻ, ആരൊക്കെ ഏതൊക്കെ ഗവൺമെന്റ് ഇമ്മീരിയൽ മുദ്ര വെച്ചാലും, റോമൻ ഗവൺമെന്റ് ഇമ്മീരിയൽ മുദ്ര വെച്ച് അവനെ അടക്കം ചെയ്താലും, ആ മുദ്രയെ പൊട്ടിച്ച്, ആ ചെങ്ങലയെ പൊട്ടിച്ച്, ആ കല്ലിനെ ഭേദിച്ച് കല്ലറയ്ക്കകത്തുനിന്ന് അവൻ പുറത്തു വന്നിരിക്കും. കാരണം അവൻ വാഗ്ദത്ത സന്തതിയാണ്. കാരണം ദൈവിക പദ്ധതി അവന്റെ മേലുണ്ട്. അവൻ ദൈവത്തിന്റെ മകനാണ്, അവൻ ദൈവപുത്രനാണ്. അവൻ പുറത്തു വന്നിരിക്കും. നിയമങ്ങൾക്ക് ഒതുക്കാൻ പറ്റാത്ത അഭിഷേകം. ആമേൻ. നിയമങ്ങൾക്കോ മനുഷ്യർക്കോ കല്ലറയ്ക്കോ ചങ്ങലയ്ക്കോ മുദ്രകൾക്കോ ഒന്നും തകർക്കാനോ ഒതുക്കാനോ ഒടുക്കാനോ പറ്റാത്തൊരു അഭിഷേകം യേശുവിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ടായിരുന്നു. ആമേൻ. ആ വചനത്തിൽ കാണുന്ന ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ആമേൻ. അപ്പൊ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത് ഒരു ആത്മാവാണ്. അത് പരിശുദ്ധാത്മാവാണ്, പിതാവിന്റെ ആത്മാവാണ്. യേശുക്രിസ്തുവിനെ കല്ലറയ്ക്കകത്തുനിന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചത്.
പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയെ കല്ലറയ്ക്ക് ഒതുക്കാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. അഭിഷേകം നിന്റെ അകത്തുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റിനും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. അഭിഷേകം നിന്റെ അകത്തുണ്ടെങ്കിൽ ഒരു നിയമത്തിന് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. അഭിഷേകം നിന്റെ അകത്തുണ്ടെങ്കിൽ ഒരു തടവറയ്ക്കും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. അഭിഷേകം നിന്റെ അകത്തുണ്ടെങ്കിൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അഭിഷേകം നീ പ്രാപിച്ചവളാണെങ്കിൽ, അഭിഷേകം നിന്നെ വ്യാപരിക്കുന്നുവെങ്കിൽ, ദൈവശക്തി നിന്റെ അകത്തുണ്ട് എങ്കിൽ ചങ്ങലകൾക്ക് നിന്നെ പൂട്ടാൻ കഴിയത്തില്ല. അല്പസമയത്തിന് ചിലപ്പോൾ ഒന്ന് ഒതുക്കിയേക്കാം, ഒന്ന് പൂട്ടിയേക്കാം, ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാം. പക്ഷേ വേഗത്തിൽ ചങ്ങലയെ പൊട്ടിച്ച് കല്ലറയെ തുറന്ന് മുദ്രകൾ തകർത്ത് പുറത്തേശു വന്നതുപോലെ, ആമേൻ, അഭിഷേകമുള്ളവനെ തളയ്ക്കാൻ ഈ ലോകത്തിന് കഴിയത്തില്ല. പരിശുദ്ധാത്മുള്ളവനെ പൂട്ടാൻ ഈ ലോകത്തിന് കഴിയത്തില്ല. ആമേൻ. യേശുവിനെ, അത് വാക്യം വായിച്ചിരുന്നപ്പോൾ എന്നോട് ഇടപെട്ടത് എങ്ങനെയാണ്? യേശുവിനെ കല്ലറയ്ക്കകത്തുനിന്ന് കൊണ്ടുവന്ന ഒരാത്മാവുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. ആമേൻ. യേശുവിനെ അറിയാവുന്ന ചാർച്ചക്കാരുണ്ട്, ശിഷ്യന്മാരുണ്ട്, ജീവന തുല്യം സ്നേഹിക്കുന്ന ശിഷ്യന്മാരുണ്ട്, അവന്റെ ബന്ധുക്കൾ ഉണ്ട്, പാരൻസ് ഉണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഇപ്പോൾ യേശുവായിരിക്കുന്ന ആ സിറ്റുവേഷന്റെ അകത്ത് നിന്ന് യേശുവിനെ പുറത്തു കൊണ്ടുവരുവാൻ അവർക്ക് കഴിയത്തില്ല. അവർക്ക് എത്ര പിടിപാടുണ്ടെങ്കിലും ഇപ്പോൾ വന്നു വീണിരിക്കുന്ന മുദ്ര ഗവൺമെന്റ്, റോമൻ ഗവൺമെന്റിന്റെ ഇമ്മീരിയൽ മുദ്രയാകയാൽ ആ മുദ്രയെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. എത്ര പിടിപാടുണ്ടെങ്കിലും കഴിയത്തില്ല. അവനെ സ്നേഹിച്ചവരും അവൻ സൗഖ്യമാക്കിയവരും അവൻ ഉയർപ്പിച്ചവരും എല്ലാം ഉണ്ട്. ഒത്തിരി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ യേശു ആയിരിക്കുന്ന സിറ്റുവേഷൻ, കല്ലറയ്ക്ക് അകത്തുനിന്ന് അവനെ പുറത്തു കൊണ്ടുവരുവാനോ അവനെ എഴുന്നേൽപ്പിക്കാനോ ഈ പിടിപാടുകൾക്കോ ഈ ബന്ധങ്ങൾക്കോ ഒന്നും കഴിയത്തില്ലെന്ന്. അവനെ, യേശു ക്രിസ്തുവിനെ കല്ലറയ്ക്കകത്തുനിന്ന് കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, അത് പിതാവിന്റെ ആത്മാവാണ്. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആമേൻ. പരിശുദ്ധാത്മാവ് യേശുവിനെ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, സാഹചര്യങ്ങൾ നിമിത്തം, പല പ്രശ്നങ്ങൾ, പല പ്രതിസന്ധികൾ നിമിത്തം, ആമേൻ, കല്ലറ പോലെയുള്ള ചില വിഷയങ്ങളുടെ അകത്ത് ഒതുങ്ങിപ്പോയതിനെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ. മറ്റുള്ളവർക്കൊന്നും കയറി വന്ന് നീ ആയിരിക്കുന്ന തടവറയ്ക്കകത്തുനിന്ന്, കല്ലറയ്ക്കകത്തുനിന്ന്, ചില നിയമ കുരുക്കുകളുടെ മുദ്രകളുടെ അകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയത്തുമില്ല. പക്ഷേ ഏതു വലിയ നിയമ കുരുക്കുകളുടെ അകത്താണ് നീ ഇരിക്കുന്നെങ്കിലും, ആമേൻ, കല്ലറയ്ക്കകത്തുനിന്ന് യേശു ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവന്നവന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നീ പ്രാപിക്കാൻ റെഡിയാണെങ്കിൽ, അഭിഷേകത്തെ സ്വീകരിക്കാൻ റെഡിയാണെങ്കിൽ, ഏത് പ്രതിസന്ധിയുടെ അകത്തു നിന്നും പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മനുഷ്യർക്ക് കയറി ചെന്ന് വിടുവിക്കാൻ പറ്റാത്ത, മനുഷ്യർക്ക് ആമേൻ സാധ്യതകളൊന്നും ഇല്ലാത്ത ഇടത്ത്, ആമേൻ, മനുഷ്യരുടെ ആമേൻ പിടിപാടുകൾക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇടത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന്, നോക്കിയേ, ഒരു മനുഷ്യന് കയറി ചെല്ലാൻ പറ്റാത്ത ഇടമാണ് കല്ലറ. പക്ഷെ ആ കല്ലറയുടെ അകത്തേക്ക് ആമേൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി, പരിശുദ്ധാത്മാവ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ, ആമേൻ, ഈ ദിവസങ്ങളിൽ ആമേൻ പ്രതിസന്ധിയുടെ, പ്രശ്നങ്ങളുടെ, നിയമ കുരുക്കുകളുടെ അകത്ത് കുടുങ്ങിക്കിടക്കുന്ന ചില വ്യക്തികളുടെ ചതി നിമിത്തം കുടുക്കിൽപ്പെട്ടു പോയ, പ്രതിസന്ധിയുടെ അകത്ത് കുരുങ്ങിപ്പോയ ചിലതിനെ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാവിന്, പരിശുദ്ധാത്മാവിന് അസാധ്യമായ ഒരു കാര്യമില്ല പ്രിയരെ. പരിശുദ്ധാത്മാവിന് കഴിയാത്തൊരു വിഷയമില്ല.
പരിശുദ്ധാത്മാവ് ഏത് സാഹചര്യങ്ങളുടെ അകത്തും പരിശുദ്ധാത്മാവ് ഇറങ്ങും. അപ്പനിറങ്ങാൻ പറ്റാത്ത, അമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റാത്ത, സ്നേഹിതർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത, സഹോദരങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത, ഗുരുക്കന്മാർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത, നിന്റെ പാസ്റ്റേഴ്സിന് പ്രവാചകന്മാർക്കോ കയറി വരാൻ പറ്റാത്ത ചില സിറ്റുവേഷനുകളുടെ അകത്ത് കുടുങ്ങിപ്പോയ ചില തലമുറകളെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ തലമുറയായിരിക്കുന്ന ഏത് വലിയ കുരുക്കിന്റെ അകത്താണെങ്കിലും നിന്റെ തലമുറയെ കർത്താവ് പുറത്തു കൊണ്ടുവരും. അതിന്റെ വാഗ്ദത്തം യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ആ പരിശുദ്ധാത്മാവ് നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിത പങ്കാളിയെ, നിന്റെ തലമുറയെ അവൻ പുറത്തു കൊണ്ടുവരാൻ പോകും. ആമേൻ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തയ്യാറാകുക. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കാൻ തയ്യാറാകുക. അഭിഷേകത്തെ സ്വീകരിക്കാൻ തയ്യാറാകുക. അഭിഷേകത്തെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിൻ്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും. ആമേൻ. എന്നാ വലിയ കുരുക്കിൻ്റെ അകത്ത് ഇനി പുറലോകം കാണത്തില്ല എന്ന് പറഞ്ഞ് ഇനി അവൻ ഒന്ന് ഷൈൻ ചെയ്ത് കാണണം, ഇനി അവൻ പ്രസംഗിക്കുന്ന കാണണം, ഇനി അവൻ ശുശ്രൂഷിക്കുന്ന കാണണം, ഇനി അവൻ എഴുന്നേറ്റ് നടക്കുന്ന കാണണം എന്നും പറഞ്ഞ് ഒതുക്കി കളഞ്ഞതിനെ, ആമേൻ, എന്നെ കേൾക്കുന്ന ചില അഭിഷിക്തന്മാരുള്ള ദൈവശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ആമേൻ. ചില അഭിഷിക്തന്മാർ, കുരുങ്ങിക്കിടക്കുന്ന അഭിഷിക്തന്മാർ, ചിലർ ഒതുക്കിക്കളഞ്ഞ അഭിഷിക്തന്മാർ, ശുശ്രൂഷയിൽ ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന ചില അഭിഷിക്തന്മാർ, ആമേൻ, നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളുടെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ആമേൻ. ഏത് വലിയ കുരുക്കിന്റെ അകത്താണ് നിങ്ങളെ അടച്ചു കളഞ്ഞു, പല നിന്ന വാക്കുകൾ പറഞ്ഞ്, പല ചതിയിൽ അകപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്ന ചിലതിനെ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവന്നു ആമേൻ ഉപയോഗിക്കാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. ഒരു തിന്മയും ചെയ്യാതെ, ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല, ഒരു പാപം ചെയ്തിട്ടില്ല, ആ യേശുവിനെ അവർ ക്രൂശിച്ച് കല്ലറയ്ക്കകത്ത് കയറ്റിയിരിക്കും. അഭിഷിക്തന്മാരെ, ദൈവജനമേ, പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും, നിങ്ങൾ ചെയ്യാത്തതും നിങ്ങൾ ചിന്തിക്കാത്തതും നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ടാകാം. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മീറ്റിംഗ്സുകൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ അറിയാതെ നിങ്ങൾക്കെതിരെ എഴുതുന്നുണ്ടാകാം. നിങ്ങൾ അറിയാതെ നിങ്ങൾക്കെതിരെ കരുക്കൾ നീക്കുന്നുണ്ടാകാം. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉള്ളോടത്തോളം കാലം നിന്നെ ഒതുക്കാൻ, നിന്നെ തകർക്കാൻ, നിന്റെ ശുശ്രൂഷയെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. നീ പുറത്തു വന്നിരിക്കും. പ്രവാചക, നീ പുറത്തു വന്നിരിക്കും. പ്രവാചകി, നീ പുറത്തു വന്നിരിക്കും. അഭിഷിക്തനെ, ദൈവജനമേ, നിങ്ങൾ പുറത്തു വന്നിരിക്കും. നിങ്ങളുടെ തലമുറ പുറത്തു വന്നിരിക്കും. കാരണം കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു വന്ന ഒരു യേശു ഇന്നും ജീവിക്കുന്നു. നിന്റെ കല്ലറകളുടെ അകത്തുനിന്ന്, നീ ആയിരിക്കുന്ന നിന്റെ കുടുംബം, നിന്റെ തലമുറ ആയിരിക്കുന്ന കല്ലറകളുടെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ പറ്റുമോ? നീ ആയിരിക്കുന്നത് ഏത് വലിയ കല്ലറയ്ക്കകത്താണെങ്കിലും, ഏത് വലിയ തടവറയ്ക്കകത്താണെങ്കിലും, അതിൻ്റെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പോകുന്നു. ആമേൻ. ഇനി നിന്റെ കാലമാണ്. ഇവന്റെ ചരിത്രം തീർന്നു എന്ന് പറഞ്ഞ് കല്ലറയ്ക്കകത്ത് ഒതുക്കി വെച്ചിരിക്കുന്ന യഹൂദന്മാർ കാണുകെ അവന്റെ ചരിത്രത്തെ തിരിച്ച് പരിശുദ്ധാത്മാവ് വീണ്ടും പുറത്തു കൊണ്ടുവന്ന് ഒരു അത്ഭുതമായി, ഒരു അടയാളമായി മാറ്റിയതുപോലെ, ആമേൻ, ഇത് കല്ലറ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് ഇവന്റെ ചരിത്രം തീർന്നു എന്ന് പറയുമ്പോൾ, ആമേൻ, വീണ്ടും ചരിത്രത്തെ തിരിക്കുന്നു. കല്ലറയെ ഭേദിച്ച് പുറത്തു വന്നവൻ ഇന്നും ആ കല്ലറ തുറക്കപ്പെട്ട് കിടക്കുന്നു. യേശുവിനെ അടക്കിയ, യേശു ഉയർത്തെഴുന്നേറ്റ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു, തെളിവായി തുറന്നു കിടക്കുന്നു. ആമേൻ. ഇന്നും ചരിത്രമായി നിൽക്കുന്നു, ഇന്നും ചരിത്ര സംഭവമായി, ഒരു അത്ഭുതമായി നിൽക്കുന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ സഹോദര, നീ ഒരു ചരിത്രമായി, നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. നിന്റെ കുടുംബം, നിന്റെ ജീവിത പങ്കാളി, നീ ഒരു അത്ഭുതമായി, ഒരു അതിശയമായി മാറാൻ പോകുന്നു.
നീ തീർന്നുവെന്ന് പറഞ്ഞെടുത്ത്, നീ അസ്തമിച്ചു എന്ന് പറഞ്ഞെടുത്ത്, ഇനി ഉയർപ്പില്ല, ഇനി പുറത്തു വരത്തില്ല, ഇനി എഴുന്നേൽക്കത്തില്ല, ഇനി ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല, ഇനി കയറി വരാൻ പറ്റത്തില്ല, ഇനി അനുഗ്രഹം പ്രാപിക്കത്തില്ല, ഇനി ഒരു നന്മ കാണത്തില്ല, ഇനി ഒരു നല്ല ബിസിനസ് ഉണ്ടാകത്തില്ല, ഇനി എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ചില പ്രശ്നങ്ങളുടെ അകത്ത് ഒതുങ്ങിക്കിടക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു വന്ന പുറത്ത് കൊണ്ടുവരിപ്പിച്ച പരിശുദ്ധാത്മാവ് നീ ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ അകത്തുനിന്നും പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഞാൻ കൈമാറുന്നു. ആമേൻ. വിശ്വസിക്കാൻ പറ്റുമോ? നീ പുറത്തു വരും, നീ ഒരു അത്ഭുതമായി തീരും, നീ ഒരു അതിശയമായി തീരും, നീ അനേകർക്ക് ഒരു അത്ഭുതമായിരിക്കും. നിന്റെ തലമുറ, നിന്റെ കുടുംബം അനേകർക്ക് ഒരു അത്ഭുതമായിരിക്കും, അനേകർക്ക് ഒരു അതിശയമായിരിക്കും. ഒരു ഉയർപ്പുണ്ടാകാൻ പോകുന്നു. ആമേൻ. നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ അകത്തുനിന്ന് നിനക്കൊരു നിങ്ങൾക്കൊരു ഉയർപ്പുണ്ടാകാൻ പോകുന്നു. തീർന്നുവെന്ന് പറഞ്ഞിരിക്കരുത്, കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കരുത്, എൻ്റെ ശുശ്രൂഷ അവസാനിച്ചു, അസ്തമിച്ചു എന്ന് പറഞ്ഞിരിക്കരുത്, എൻ്റെ ജീവിതം തീർന്നു, ഇനി ജീവിക്കുന്നില്ല, കഴിഞ്ഞു, ഇനി നിരാശപ്പെട്ടിരിക്കുന്ന ചില നിയമങ്ങളുടെ കുരുക്കിൻ്റെ ചില മുദ്രകൾ വെച്ച്, ചില സീലുകൾ വെച്ച്, ചില ചെങ്ങലകൾ ഇട്ട് പുറത്തു വരാനുള്ള ഒരു സാഹചര്യമില്ല, ചില തടവറ കിടക്കുന്നത് പുറത്തു വരാൻ പോകും. ജയിലിൽ കിടക്കുന്ന ചില അഭിഷിക്തന്മാർ, ജയിലിൽ കിടക്കുന്ന ചില സഹോദരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവർ പുറത്തു വരാൻ പോകുന്നു. അവർക്ക് നിയമം മുഴുവൻ പ്രതികൂലമാണ്. ആ പ്രതികൂല നിയമത്തിന്റെ അകത്തുനിന്നും, പ്രതികൂല അന്തരീക്ഷത്തിന്റെ അകത്തുനിന്നും, ചുറ്റും കാവൽക്കാർ നിൽക്കുന്നതിന്റെ അടുക്കിൽ നിന്നും യേശു ക്രിസ്തു പുറത്തു വന്നതുപോലെ ചില സഹോദരങ്ങൾ പുറത്തു വരാൻ പോകുന്നു. ചില കുരുക്കിന്റെ അകത്ത്, ചില പ്രശ്നങ്ങൾ നിമിത്തം ജയിലിൽ അകപ്പെട്ടിരിക്കുന്ന ചില ചതിവുകൾ നിമിത്തം, അസൂയ നിമിത്തം, മറ്റുള്ളവർ ചെയ്ത തെറ്റുകളെ മറ്റു വ്യക്തികളുടെ മേൽ അടിച്ചേൽപ്പിച്ച് ജയിലിലായിരിക്കുന്ന ചിലർ അത്ഭുത സാക്ഷ്യം പോലെ പുറത്തു വരാൻ പോകും. ഇത് പ്രവചന ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. വിശ്വസിക്കുന്നവർ, അവരുടെ റിലേറ്റീവ്, അവരുടെ ജീവിത പങ്കാളി, അവരുടെ മാതാപിതാക്കൾ ആമേൻ പറഞ്ഞ് ദൂതനെ സ്വീകരിച്ചോ. ജയിലിലായിരിക്കുന്ന ചില ചതിവ് നിമിത്തം ജയിലിലായിരിക്കുന്ന ചില സഹോദരങ്ങൾ പുറത്തു വരാൻ പോകുന്നു. ഒരു അത്ഭുതവുമായി, ഒരു അതിശയമായി അവർ പുറത്തു വരാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശുവിനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. എൻ്റെ പ്രിയരെ, നമ്മളെയും പിടിച്ചു വെക്കുന്നത് അവർക്ക് അസാധ്യം. ശത്രുവിന് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. എല്ലാം ലിമിറ്റുണ്ട്. അത് പൊട്ടി നീ പുറത്തു വരും. നീ ഒരു അത്ഭുതമായി, നീ ഒരു അതിശയമായി മാറും. നിന്റെ തലമുറ, നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. ഇന്നുവരെ ഉയർക്കാൻ പറ്റാത്ത ഇടത്തുനിന്ന് ചിലത് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. ചില പ്രശ്നങ്ങളുടെ അകത്തുനിന്ന് ചിലർ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. ആമേൻ. വിശ്വസിക്കാൻ പറ്റുമോ? ചില പ്രശ്നങ്ങളുടെ അകത്തുനിന്ന് ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. കടത്തിന്റെ അകത്തുനിന്ന് ചില നാളുകളായി തകർന്ന് തരിപ്പണമായി കടത്തിന്റെ അകത്ത് മുങ്ങിക്കിടക്കുന്ന ചിലത് അതിൻ്റെ അകത്തുനിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. കുടുംബ വിഷയത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ചില കുടുംബങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് അവരെ ഉയർപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. തകർന്നു കിടക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. തകർന്നു പോയ ചില തലമുറകൾ അവർ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. ജോലിയില്ലാതെ തകർന്നിരിക്കുന്ന, സാമ്പത്തികമായി ഒരു ഭദ്രതയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ ശൂന്യതയിൽ കിടക്കുന്ന ചില തലമുറകൾ അതിൻ്റെ അകത്തുനിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ പറ്റൂ, ഇത് നിന്നോടുള്ള ദൈവശബ്ദമാണ്. വിശ്വസിക്കാൻ പറ്റുമോ? കുടുംബമേ, തലമുറയെ, ദൈവദാസനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇത് നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ് കൈമാറുന്നത്. ആമേൻ. അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോകും, ഉയർപ്പുകൾ കാണാൻ പോകുന്നു. ഹലോ, നിങ്ങളുടെ കുടുംബത്തിന്റെ ഉയർപ്പുകൾ
നിന്റെ ജീവിത പങ്കാളിയുടെ ഉയർപ്പ്, നിന്റെ തലമുറയുടെ ഉയർപ്പ് നീ കാണാൻ പോകുന്നു. കരഞ്ഞ് പ്രയാസപ്പെട്ടിരിക്കുന്ന സഹോദരിമാരുടെ മുമ്പിൽ ഉയർത്ത യേശു പ്രത്യക്ഷപ്പെട്ടതുപോലെ കരഞ്ഞിരിക്കുന്ന സഹോദരങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിന്റെ സഹോദരൻ പുറത്തു വരും, നിന്റെ അടുക്കൽ വരും. പ്രതീക്ഷിക്കാത്ത നിന്റെ ജീവിത പങ്കാളി നിന്റെ അടുക്കൽ വരും. പ്രതീക്ഷിക്കാത്ത നിന്റെ പാരൻസ് നിന്റെ അടുത്ത് വരും. പ്രതീക്ഷിക്കാത്ത നിന്റെ തലമുറ നിന്റെ അടുക്കൽ വരും. അവരെ കുരുക്കിയിരിക്കുന്ന കുരുക്കിൻ്റെ അകത്തുനിന്ന് പിശാച് ഒതുക്കിക്കളഞ്ഞ, ചങ്ങലയിട്ട് പൂട്ടിക്കളഞ്ഞ്, മുദ്ര വെച്ച് ഇനിയും പുറത്തു വരത്തില്ല, ആഭിചാരവും മന്ത്രവാദം ചെയ്ത് തലമുറയെ കുരുക്കിക്കളഞ്ഞ് ഒതുക്കിക്കളഞ്ഞതിൻ്റെ അടുത്ത് നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ പോകും. അവര് ഒരത്ഭുതവും അതിശയവുമായി അവർ മാറാൻ പോകുന്നു. മുദ്രകൾ പൊട്ടിക്കും. പിശാച് വെച്ച തലമുറയുടെ മേൽ പിശാച് വെച്ച മുദ്രയെ പരിശുദ്ധാത്മാവ് പൊട്ടിക്കും. പിശാചിട്ട ചങ്ങലകളെ പരിശുദ്ധാത്മാവ് പൊട്ടിക്കും. പിശാച് ഒതുക്കിക്കളഞ്ഞ ചില തടവറകളിൽ നിന്ന്, കല്ലറകളിൽ നിന്ന് തലമുറയെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരും. 3 കാര്യങ്ങൾ നിന്റെ തലമുറയിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ജീവിത പങ്കാളിൽ സംഭവിക്കാൻ പോകുന്നു. പിശാച് വെച്ച മുദ്ര പൊട്ടും. നിയമങ്ങൾ വെച്ച കുരുക്കൾ പൊട്ടും. അസൂയ നിറഞ്ഞ മനുഷ്യർ ബന്ധിച്ച ബന്ധനങ്ങൾ, അവർ അടച്ച വഴികൾ പരിശുദ്ധാത്മാവ് തുറക്കും. ആമേൻ. ചില അസൂയ മനുഷ്യർ അടച്ചു കളഞ്ഞ നിന്റെ വാതിലുകൾ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നു. അഭിഷിക്തന്മാരെ, നിങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഞാൻ കൈമാറുന്നു. നിങ്ങളുടെ ശുശ്രൂഷകളെ, നിങ്ങളുടെ നന്മകളെ, നിങ്ങളുടെ വഴികളെ ചില അസൂയ നിറഞ്ഞ മനുഷ്യർ അടച്ചു കളഞ്ഞതിനെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഈ 2025 5-ാം മാസം അഭിഷിക്തന്മാരെ, നിങ്ങളുടെ വഴികളെ പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യുന്ന മാസം. വഴികൾ, പല മീറ്റിംഗ്സുകൾ, പലരുടെ അസൂയ നിമിത്തം അടച്ചു കളഞ്ഞത് പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നു. ചില തലമുറയുടെ യാത്രകൾ, ചില അസൂയ നിമിത്തം അടച്ചു കളഞ്ഞത് പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നു. ആമേൻ. വിദേശത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ശരിയായി, എല്ലാ പേപ്പർ വർക്കും റെഡിയായി, പക്ഷേ അവർക്ക് പോകാൻ കഴിയുന്നില്ല. കൈയെത്തും ദൂരത്ത് വരും, അപ്പോൾ തന്നെ അത് കൈവിട്ടു പോകുന്നത് പോലെ ചില തലമുറകൾക്ക്, ചില നാളുകൾ, ചില വർഷങ്ങളായി അവർ പഠിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ട്, എല്ലാ പേപ്പേഴ്സ് കയ്യിലുണ്ട്, പക്ഷേ അവർക്ക് പുറപ്പെടാൻ കഴിയുന്നില്ല, അവർക്ക് ജോലിക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. ആമേൻ. ചില തലമുറകളെ കുരുക്കിയിട്ടിരിക്കുന്ന ചില ചങ്ങലകളുടെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് ചില തലമുറകളെ പുറപ്പെടുവിക്കാൻ പോകുന്നു. ആമേൻ. ജീസസ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. നിയമക്കുരുക്കളുടെ അകത്തും, പ്രതിസന്ധികളുടെ അകത്തും, അസൂയ കണ്ണുകളുടെ കുരുക്കിന്റെ അകത്തും, ആമേൻ ആമേൻ, അസൂയ നിമിത്തം പൂട്ടിക്കളഞ്ഞ ചില മേഖലയുടെ അകത്തുനിന്ന് ചില തലമുറകൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. കുരുക്കിൽ കിടക്കുന്ന തലമുറകൾ, അവർക്ക് മുന്നേറാൻ കഴിയാതെ അവരുടെ വിദ്യാഭ്യാസത്തിൽ കുരുങ്ങിപ്പോയവർ, യേശുവിന്റെ നാമത്തിൽ അവർ പുറത്തു വരട്ടെ. നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ, നല്ലവണ്ണം ശ്രദ്ധിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച കുഞ്ഞുങ്ങൾ, പക്ഷെ ഇപ്പോൾ അവർ സ്റ്റക്കായി നിൽക്കുകയാണ്. അവർ എഴുതിയിട്ടും ഒന്നും ജയിക്കാൻ കഴിയുന്നില്ല, അവർക്കൊന്നും മനസ്സിലാവുന്നില്ല, അവരൊന്നും തലേ കയറുന്നില്ല. ആമേൻ. അവരെ കുരുക്കിക്കളഞ്ഞ ആ അന്ധകാര ശക്തികളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. അവർക്കെതിരെയുള്ള അസൂയ കണ്ണുകളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ തലമുറ പുറത്തു വരട്ടെ, അവർ ഫ്രീ ആകട്ടെ. കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ലെവലിൽ കയറി വരട്ടെ. ആമേൻ. വിദേശ യാത്ര വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ഈ മാസം നിന്റെ യാത്ര തുടങ്ങുന്ന മാസം. നിനക്കെതിരെ കുരുക്കിയ കുരുക്കുകളെ, ചങ്ങലകളെ
പരിശുദ്ധാത്മാവ് പൊട്ടിക്കുന്ന മാസം. ഓ ജീസസ്. ഇനി ഈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിടിച്ചോണ്ട് വന്നേക്കല്ലേ. ആമേൻ. എന്റെ പ്രിയരെ, കമന്റ് അടിക്കുന്നവൻ കമന്റ് അടിക്കും. വിശ്വസിച്ച് ആമേൻ പറയുന്നവൻ നിന്റെ ജീവിതത്തിന്റെ അകത്ത് നീ അത്ഭുതം കാണും. ഈ ദിവസങ്ങളിൽ കുരുക്കിന്റെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് തലമുറകളെ, ചില ചങ്ങലയുടെ അകത്തുനിന്ന്, ചില കല്ലറയുടെ അകത്തുനിന്ന്, ചില മുദ്രകളുടെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് ചില തലമുറയെ, ചില കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. നിങ്ങൾ ചിന്തിക്കാത്ത ഉയർപ്പ് നിന്റെ തലമുറയ്ക്കുണ്ടാകാൻ പോകുന്നു. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഉയർപ്പ് സഹോദര നിനക്കുണ്ടാകാൻ പോകുന്നു. ചിന്തിക്കാൻ പറ്റാത്ത ഉയർത്തെഴുന്നേൽപ്പ് സഹോദരി നിനക്കുണ്ടാകാൻ പോകുന്നു. ചിന്തിക്കാൻ പറ്റാത്ത ഉയർപ്പ് അഭിഷിക്തന്മാരെ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. മറക്കാൻ പറ്റാത്ത ഒരു മാസമായി ഈ മെയ് മാസത്തെ പരിശുദ്ധാത്മ മാറ്റും. ആമേൻ. ചില ഉയർപ്പിന്റെ മാസമായി, ചിലരുടെ ജീവിതത്തിന്റെ, ശുശ്രൂഷയുടെ, നന്മയുടെ, കുടുംബജീവിതത്തിന്റെ, തലമുറയുടെ ഉയർപ്പിന്റെ മാസമായി. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ഈ ദൂത് കേൾക്കുന്നവരുടെ മേൽ ഇപ്പോൾ വെളിപ്പെടട്ടെ. ദൈവശബ്ദം അവരുടെ മേൽ ഇറങ്ങട്ടെ. ദൈവപ്രവർത്തികളുടെ മേൽ ജീവിതത്തിൽ നടക്കട്ടെ. അവരുടെ ശുശ്രൂഷയിൽ, അഭിഷിക്തന്മാരുടെ ശുശ്രൂഷയിൽ, പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ, ജോലി ചെയ്യുന്ന സഹോദരങ്ങളുടെ ജോലി മേഖലകളിൽ, കുടുംബ തകർച്ച അനുഭവിക്കുന്ന കുടുംബത്തിന്റെ അകത്ത് യേശുവിന്റെ നാമത്തിൽ ഉയർപ്പ് സംഭവിക്കട്ടെ. ഞാൻ ബ്ലസ് ചെയ്യുന്നു. അത്ഭുതം സംഭവിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന, ഈ ദൂതുകളെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അത്ഭുതം, അത്ഭുതം അവർ പുറത്തു വരട്ടെ. അത്ഭുതം അവർ ഉയർക്കട്ടെ. അത്ഭുതം അവരുടെ ചെങ്കലകൾ പൊട്ടട്ടെ. അത്ഭുതം അവരുടെ മുദ്രകൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിനായി നന്ദി പറയുന്നു. ചില പ്രവചന ശബ്ദം കൂടെ പരിശുദ്ധാത്മാവ് ഞാൻ കൈമാറുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അവരും പ്രാർത്ഥിക്കട്ടെ. സൗദി രാജ്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നോട് പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ പകലും രാത്രി ഞാൻ പ്രയറിലിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ പ്രവചന ശബ്ദം, സൗദി രാജ്യം വിറയ്ക്കാൻ പോകുന്നു. സൗദി രാജ്യം കിടുകിട വിറയ്ക്കുന്ന വലിയൊരു ഭൂകമ്പം സൗദിയിലുണ്ടാകാൻ പോകും. ഇവിടെ പരിശുദ്ധാത്മ പറഞ്ഞിങ്ങനെയാണ്, സൗദി രാജ്യം വിറയ്ക്കും. അവിടെ ഒത്തിരി അഭിഷിക്തന്മാർ, ഒത്തിരി ദൈവജനമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. അവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പരിശുദ്ധമായി ഇടപെട്ടത് ഇങ്ങനെയാണ്, 4 ഭൂകമ്പങ്ങൾ സൗദിയിലുണ്ടാവും. അത് ഏറ്റവും കൂടുതൽ വരുന്നത് 7 തീവ്രതയുള്ള ഭൂകമ്പം വരെയും സൗദി മണ്ണിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. 4 പോയിന്റ് സംതിങ്, 5 പോയിന്റ് സംതിങ്, 6 പോയിന്റ് സംതിങ്, 7 പോയിന്റ്, ഈ ലെവലിൽ വരുന്ന 4 ഭൂകമ്പങ്ങൾ സൗദി രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. അതിൻ്റെ തീവ്രത കുറയട്ടെ. ഒത്തിരി അഭിഷിക്തന്മാർ, ഒത്തിരി നമ്മുടെ മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അവിടുത്തെ ആ രാജ്യത്തെ സഹോദരങ്ങൾ, അവരും നമ്മുടെ സഹോദരങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പ്രാർത്ഥിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക. അനർത്ഥം വ്യസനകരമായി മാറാതിരിക്കട്ടെ. ഭൂകമ്പങ്ങളുടെ തീവ്രത കുറയട്ടെ. ആൾനാശങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ആമേൻ. കഴിഞ്ഞ ദിവസത്തെ മെസ്സേജുകളിൽ പറഞ്ഞിരുന്നു, പാകിസ്ഥാനിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ കേൾക്കാൻ കഴിയുന്നു, പാകിസ്ഥാനിൽ ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഭൂകമ്പം ഉണ്ടാകും എന്ന് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ആഴ്ച മെസ്സേജ് പറഞ്ഞപ്പോൾ ആലോചന പറഞ്ഞിരുന്നു. ഇസ്രായേലിലും അങ്ങനെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. പറയുന്ന ശബ്ദങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ദൈവശബ്ദമാകയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ എല്ലാം തീവ്രത കുറയട്ടെ. ആമേൻ. കർത്താവ് ജനത്തെ സംരക്ഷിക്കട്ടെ. രാജ്യങ്ങളോട് സ്വർഗം കരുണ കാണിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
ആമേൻ. ഇത് മുൻകൂട്ടി ദൈവാത്മാവ് അറിയിക്കുന്നത് പ്രാർത്ഥിക്കാനാണ്. ദൈവജനം പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ഭാരതം അനുഗ്രഹിക്കപ്പെട്ട രാജ്യത്തിൻ്റെ അകത്ത് ജനിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു ഭാഗ്യമാണ്. ആമേൻ. നമ്മുടെ ഇന്ത്യ രാജ്യം ലോക രാജ്യങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും ഏറ്റവും സമ്പന്നതയുള്ള രാജ്യവുമായി നമ്മുടെ ഭാരതം മാറാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ത്യ രാജ്യം ലോക രാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യമായി മാറാൻ പോകുന്നു. ആമേൻ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് എങ്ങനെയാണ്? ആമേൻ. ഇവിടുന്ന് മറ്റുള്ള രാജ്യങ്ങളുടെ സിറ്റിസിന് വേണ്ടി, PR വേണ്ടി, സിറ്റിസിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി തത്രപ്പെടുന്നവർ നിങ്ങളോട് പറയുന്നു, ഇനി സായിപ്പന്മാർ, ആമേൻ, ഇനി വിദേശികൾ ഇന്ത്യയിലെ പൗരനാകാൻ, പൗരത്വത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. ആമേൻ. ഇന്ത്യയെ വന്ന് സെറ്റിലാകാൻ ഇവിടുന്ന് UK-യിലും യൂറോപ്പ് കൺട്രികളിലേക്ക്, അമേരിക്കയിലേക്ക്, കാനഡയിലേക്ക് ഇവിടുന്ന് ആൾക്കാർ ഓടുകയാണ് അവിടെ പോയി സെറ്റിലാകാൻ. എന്നാൽ അവിടെയുള്ളവർ ഇനി ഇന്ത്യയിൽ വന്ന് സെറ്റിലാകാൻ ആഗ്രഹിച്ച് അവിടുന്ന് ഫാമിലികൾ, ഫോറിനേഴ്സുകൾ അവിടുന്ന് അവർ കുടുംബത്തോടെ ഇന്ത്യയിൽ വരുന്ന കാലം വരാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഇന്ത്യ സമ്പന്നതയിൽ സകല മേഖലകളിലും ഇന്ത്യ തലപ്പത്തെത്താൻ പോകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ കാര്യം, ലോകരാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ ബലഹീനമാകുമ്പോൾ അവർക്ക് അവരുടെ പട്ടാളക്കാരെ കൊണ്ട് ചില ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കക്കാരാണ്. അമേരിക്കൻ മിലിറ്ററിയാണ് ഇറങ്ങുന്നത്. ആമേൻ. ഇനി ചില രാജ്യങ്ങളുടെ സഹായത്തിന് വേണ്ടി ഇന്ത്യൻ ആർമിയെ രാജ്യങ്ങൾ വിളിക്കും സഹായിക്കാൻ. ഇന്ത്യൻ ആർമിയുടെ സഹായം മറ്റുള്ള രാജ്യങ്ങൾ ചോദിക്കാൻ പോകുന്നു. ആ വിധത്തിൽ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തെ സ്ട്രോങ് ആക്കാൻ പോകും. ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാകാൻ പോകും. ഇന്ത്യ രാജ്യം മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു മാതൃകയാകാൻ പോകുന്നു. ഇതെല്ലാം തിരിയും. ആമേൻ. കാരണം ഇന്ത്യയിൽ വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. ആമേൻ. ഇതിൻ്റെ എല്ലാം റീസൺ, ഇന്ത്യയിൽ വലിയ മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം നടന്നേക്കാളും വലിയ ഉണർവ് ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ആമേൻ. ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. ആ ഉണർവ് വെളിപ്പെട്ട് കഴിയുമ്പോൾ രാജ്യം അനുഗ്രഹിക്കപ്പെട്ടു തുടങ്ങും. രാജ്യത്ത് നന്മയുണ്ടായി തുടങ്ങും. രാജ്യം ലോക രാജ്യങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമ്പന്നതയുള്ള എല്ലാ മേഖലയിലും, വാണിജ്യ മേഖലകളിലും, സകലത്തിലും ഇന്ത്യ രാജ്യം തലയെടുപ്പോടെ നിൽക്കും. ആമേൻ. ഭാരതത്തിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിലെ ഇപ്പോൾ നടന്നുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അത് സമാധാനപരമായി തീരട്ടെ. നമ്മുടെ പട്ടാളക്കാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ ഭാരതത്തെ, നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആമേൻ അതിർത്തിയിൽ അവർ രാപകലില്ലാതെ അവർ നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗം അവരെ സഹായിക്കട്ടെ. അവർക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും സ്വർഗം അവർക്ക് കൊടുക്കട്ടെ. കർത്താവ് അവരുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഈ പ്രാർത്ഥന വിഷയങ്ങളെ, ഈ മെസ്സേജിനെ ഷെയർ ചെയ്യുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. പ്രാർത്ഥിക്കുക. വിശ്വസിക്കാൻ തയ്യാറാകുക. ആമേൻ. കുരുക്കുകളുടെ അകത്തുനിന്ന്, മുദ്രകളുടെ അകത്തുനിന്ന്, ചങ്ങലകളുടെ അകത്തുനിന്ന് ചങ്ങലയിട്ടത് പൊട്ടി പുറത്തു വരാൻ പോകും. ആമേൻ. ചങ്ങല കിടക്കുന്നത് പുറത്തു വരുന്ന നാളുകൾ. ആമേൻ. ചങ്ങല കൊണ്ട് ബന്ധിച്ചതുവരെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ അത് പുറത്തു വരും. ആമേൻ. പരിശുദ്ധാത്മാവിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കാണുക. പരിശുദ്ധാത്മാവില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ. ചില കുരുക്കളുടെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവന്നിരിക്കും.
ആമേൻ. അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുക, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ എന്നിലേക്ക് വരണമേ, പരിശുദ്ധാത്മാവേ ഒരു നിറവ് തരണമേ, അഭിഷേകത്തിന്റെ നിറവ് പിതാവേ എനിക്ക് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പിതാവേ ഞങ്ങളുടെ ആത്മാവിനെ എനിക്ക് തരണം, പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് തരണം, അഭിഷേകത്തിൽ ജീവിക്കാൻ, അഭിഷേകത്തിൽ മുന്നേറാൻ എന്നെ സഹായിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവുണ്ടോ നിന്റെ ലൈഫ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവുണ്ടോ നീ വിജയിക്കപ്പെട്ടു, നീ രക്ഷപ്പെട്ടു. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, അഭിഷേകത്തിൽ നിറയുക, ആത്മാവിൽ കയറി വരിക. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച ആത്മാവ് നമ്മളെയും ഉയർപ്പിക്കും. നിത്യതയിൽ നമ്മളെയും പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. ആമേൻ. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആമേൻ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയത്തുള്ളൂ. യേശു വരുമ്പോൾ ഇവിടുന്ന് എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രൈസ് ദ ലോർഡ്. ചിന്തിക്കാത്ത തലമുറകൾ, ചിന്തിക്കാത്ത കുടുംബങ്ങൾ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞവർ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, രക്ഷപ്പെടും. യേശു ക്രിസ്തു കല്ലറ ഭേദിച്ച് പുറത്തു വന്നതുപോലെ ദൈവിക പദ്ധതിയുള്ളത് പുറത്തു വരും. ദൈവം കണ്ടത് ഒന്നും തടവറയ്ക്കകത്തോ കല്ലറയ്ക്കകത്തോ നിയമക്കുരുക്കളകത്തോ ചെങ്ങലയ്ക്കകത്തോ മുദ്രകൾ കൊണ്ടോ നിയമചതികൾ കൊണ്ടോ ഒതുക്കാൻ കഴിയത്തില്ല. ചില ദിവസങ്ങൾ അവർ പുറത്തു വരും, ചില മാസങ്ങൾ അവർ പുറത്തു വരും. നീ പുറത്തു വരും, ഒരു അത്ഭുതമായി മാറും. നീ ഉയർത്തെഴുന്നേൽക്കും, ചരിത്രം തിരിയും. നീ ഒരു അതിശയവും അത്ഭുതമായി മാറും, ചരിത്രമായി നീ മാറും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.